Are you single or are you seeing someone? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറേ പേര് ഇഷ്ടമാണ്. കുറെ പേര് ഇഷ്ടമാണെന്നോ? നമുക്ക് അമ്മയെ ഇഷ്ടമല്ലേ, അച്ഛനെ ഇഷ്ടമല്ലേ, ഏട്ടനെ ഇഷ്ടമല്ലേ, അതുപോലെ ഇഷ്ടമാണ്. അതിനൊരു പ്രത്യേക വ്യക്തിയോടില്ല. അപ്പൊ കുഴപ്പമില്ല. ഐ ഡോണ്ട് തിങ്ക് ഫീമെയിൽ ഫാൻസ് വിൽ ബി ഡിസപ്പോയിന്റഡ്. അത് അറിയാൻ വേണ്ടിയിട്ടാണ്. സിമിലാരിറ്റി ബിറ്റ്വീൻ യു ആൻഡ് വിനീത്, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണോ? എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? ഭയങ്കര പാവമാണ് ഞങ്ങൾ ബേസിക്കലി. എന്നുദ്ദേശിച്ചാൽ പുള്ളി വേറെ രീതി സംസാരിക്കും, ഞാൻ വേറെ രീതി സംസാരിക്കുമെങ്കിലും ഡീപ്പ് ഇൻസൈഡ് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ജെന്യുവൻ ആൾക്കാരാണ് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതാണ് സിമിലാരിറ്റി. ഇനി ഡിഫറൻസസോ? ഡിഫറൻസസ്, പുള്ളി പേഷ്യൻ്റ് ആണ്, ഞാൻ തീരെ പേഷ്യൻ്റ് അല്ല. അല്ലേ? ഓക്കെ. പുള്ളി ഇങ്ങനെ സംസാരിക്കില്ല, ഞാനിങ്ങനെ സംസാരിക്കും. ഓക്കെ. യു ആർ എ ഫേസ്ബുക്ക് ജങ്കി അല്ലേ? ഫേസ്ബുക്കിൽ ഒരുപാട് മെസ്സേജസ് ഞാൻ കണ്ടു, a lot, and I understood you a little more in depth. ഞാൻ ഫേസ്ബുക്ക് വായിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് ഫേസ്ബുക്ക് ഇപ്പോഴാണ് ഉപയോഗിക്കാൻ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റസ് ഒക്കെ ഇട്ട് പഠിച്ചു വരുന്നു. അപ്പോൾ സ്റ്റേറ്റസ് ഇട്ടാലും മാത്രമേ ഇപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ്, ലൈക്ക് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അതൊക്കെയാണ് ഇപ്പോൾ ബാധിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റസ് ഒക്കെ ഇടുന്നുണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ. ഒരെണ്ണം ഞാൻ വായിച്ച വ്യൂവേഴ്സിന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പടക്കത്തിൻ്റെ ഒരു എപ്പിസോഡാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞത്. അതായത് പടക്കം മേടിച്ചു. ചെറുപ്പത്തിലെ ധ്യാനം പടക്കം പൊട്ടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ പിന്നീട് ഒരു അവസരത്തിൽ അത് പൊട്ടിക്കുകയും അതേതൊരു പെൺകുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതോടെ പടക്കം പൊട്ടിക്കലിനോടുള്ള പേടി മാറി. പക്ഷെ അതോടെ പെണ്ണുങ്ങളോടുള്ള കുറച്ച് പേടി കൂടുകയോ സംതിങ് ലൈക്ക് ദാറ്റ്. എന്താണ്, വാട്ട് ഇസ് എ ബാക്ക്ഗ്രൗണ്ട്? അതെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ ഇപ്പോൾ തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ ഭയങ്കര മാടമ്പീനെ പോലെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനിവാസന്റെ മകൻ, ഇപ്പൊ വലിയ വീടൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ അടുത്ത വീട്ടിലെ പിള്ളേരൊക്കെ വിളിച്ചിട്ട് പൊട്ടിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനവിടെ ഇരിക്കും. ഞാൻ ഈ ഡിസ്ക് മാനൊക്കെ വെച്ചിട്ട്, ആ സമയത്ത് ഡിസ്ക് മാനൊക്കെ അപ്പോൾ CD ഒക്കെ വെച്ച് പാട്ടൊക്കെ കേട്ടിരിക്കും. പിള്ളേർ അപ്പോൾ ഇവിടെ അപ്പുറത്തെ വീട്ടിൽ 2 പൊട്ടിക്കും, ഞാൻ ഇവിടെ 3 പൊട്ടിക്കും. അപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എല്ലാത്തിനോടും പേടിയാണ്, ഒന്നും ചെയ്യില്ല. എല്ലാ ആൾക്കാരുണ്ട്, ജോലിക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ചെന്നൈയിലൊക്കെ വന്നപ്പോൾ പിള്ളേരൊക്കെ കൂടെയൊക്കെ വേറെ രീതിയിലാണ്. അപ്പോൾ അവർക്ക് അവിടെ തന്നെ ശ്രീനിവാസനെ അറിയില്ല, ആരും അറിയില്ല. അപ്പോൾ ശ്രീനിവാസൻ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ എൻ്റെ അപ്പോൾ പിള്ളേരൊക്കെ പടക്കം പൊട്ടിക്കുന്നു, ഭയങ്കര ഇതാണ്. അപ്പോൾ പിടിച്ചു നിൽക്കണ്ടേ, പടക്കമെങ്കിലും പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ മാടമ്പി രീതിയിൽ പൊട്ടിക്കണം എന്ന് അവിടെ ആരും പൊട്ടിക്കില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ പൊട്ടിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ പൊട്ടിച്ചപ്പോൾ പിന്നെ പെണ്ണുങ്ങളോടായി പേടിയെന്ന് പറഞ്ഞാൽ ഞാൻ കാരണം പറഞ്ഞു വെച്ചാൽ അതിനകത്തൊരു അകത്തുള്ളൊരു അർത്ഥം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല കാര്യങ്ങളും പെണ്ണുങ്ങളോട് കാണിക്കാൻ വേണ്ടി ചെയ്തു. അങ്ങനെ തല പൊട്ടിയിട്ടുണ്ട്, ഇങ്ങനത്തെ പല നമ്മൾ കാണിക്കാൻ വേണ്ടി. അത് പല രീതിയിൽ എന്നെ ബാധിക്കാൻ തുടങ്ങി, ഫിസിക്കലി അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ പെണ്ണുങ്ങളോടായി പേടിയുന്നത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ റൈറ്റ്, ഓക്കെ. പല സ്റ്റേറ്റസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇഫ് യു ആർ നോട്ട് ആക്ടിങ്, ഓക്കെ, സോ ഇപ്പൊ ഡിറക്ഷനിലേക്ക് പോകുന്നില്ല, ഓൺ എ ഡെയിലി ബേസിസ് എന്താണ് ധ്യാൻ്റെ ഒരു റൂട്ടീൻ? ഇപ്പോൾ 12:30 എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മിഡ് നൈറ്റ് എന്നുള്ള രീതിയിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എഴുന്നേക്കണോ വേണ്ടെന്നുള്ള ആലോചന ഏർലി മോർണിംഗ് ഒക്കെ ആയിരിക്കും. ഒരു 3 മണിയാകുമ്പോൾ എഴുന്നേക്കും. വാട്ട് ടൈം ഡു യു ഗോ ടു സ്ലീപ്പ്? ഒരു സ്ലീപ്പ് 5-6. വാവ്, ഓക്കെ. നൈറ്റാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നില്ല, എന്താ വെച്ചാൽ ചോദിക്കുന്നില്ല. ഓക്കെ ഫൈൻ, ഓക്കെ. അപ്പോൾ എണീറ്റു, ഓക്കെ. ഇനി ഒന്നുമില്ല, ഭയങ്കര മോശം റൊട്ടീനാണ് അത്. ആരും ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു റൊട്ടീനാണ്. എനിക്ക് പോലും മാറ്റണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള റൊട്ടീൻ അത്. സ്കൂളൊക്കെ കുറേ കാലമല്ലോ, സ്കൂളൊക്കെ വിട്ടു, ഒരു സിസ്റ്റം ഇല്ല, ഒരു ഡിസിപ്ലിൻ ഇല്ല, പിന്നെ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഇപ്പോഴാണ് ഞാൻ വീട്ടിലോട്ട് മാറിയത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിലൊരു റൊട്ടീനൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു. അതെ, എന്തായാലും ഇനിയും ഫിറ്റ്നസ്സിലേക്ക് പോവുകയല്ലേ. അപ്പൊ അന്നേരം ഇനിയും പറഞ്ഞ പോലെ ഇതിനു വേണ്ടി രാവിലെ ഒന്നും എഴുന്നേക്കില്ല, വൈകിട്ടേ വർക്കൗട്ട് ഉണ്ടാവുള്ളൂ അല്ലേ? നല്ല കുട്ടി. ഓക്കെ, ലെറ്റ്സ് സേ ഒരു 5 things that the audience doesn't know about you. എനിക്ക് ബൈക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ബൈക്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഗാഡ്ജറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. പിന്നെന്താണ്, എന്തിനെ പറ്റിയാന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് anything with regards to animals, anything that you're scared of, that you love? എനിക്ക് പാമ്പിനെ കൊല്ലാൻ ഭയങ്കര ഇഷ്ടമാണ്. പാമ്പിനെ കൊല്ലാൻ ഇഷ്ടമാണ്? പേടിയില്ല? ഇതുവരെ കൊന്നിട്ടില്ല. ഓ, അതുകൊണ്ടാണ്. ഓക്കെ. എനിക്കൊരു ഒരു പുലിയായിട്ടുള്ളൊരു സീൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ട്രിവാൻഡ്രത്ത് ഒരു സംഭവം. അപ്പം ഞാൻ ഒരിക്കലും സൂവിൽ പോയായിരുന്നു ട്രിവാൻഡ്രത്ത്. ഒരു പണിയില്ല, അപ്പോൾ വെറുതെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ കുടയൊക്കെ പിടിച്ച് 2 പേരാണ്. അപ്പോൾ സൂവിൽ പോയി. അപ്പോൾ What age was this? This was when I was in college. Oh, college. അപ്പോൾ when I was in Trivandrum, അവിടെ ഞാൻ ഒരു വർഷം ഡ്രോപ്പ് ചെയ്തായിരുന്നേ. അപ്പോൾ അങ്ങനെ അവിടെ പോയി
അപ്പോൾ അവിടെ ഒരു കടുവ കിടപ്പുണ്ട്, ബംഗാൾ ടൈഗർ. അപ്പോൾ ചുമ്മാ കിടക്കുവാണ്. അപ്പം ഞങ്ങളൊരു കല്ലെടുത്ത് ഒറ്റ എറിവ് കൊടുത്തു. ചെറിയ കൊച്ചു കല്ലാണ്, ഒന്നും പറ്റില്ല അതിന്. ഇനിയിപ്പോൾ കേസ് കൊടുക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ. അപ്പോൾ കൊച്ചു ചെറിയ കല്ല് ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല. നമ്മൾ കാണാൻ വന്നിട്ട് 5 രൂപ കൊടുത്തിട്ട് കാണാൻ കയറിയിട്ട് പുലിയൊന്നും മിണ്ടുന്നില്ല എന്നൊരു വിഷമാവില്ലേ. അപ്പോൾ ഒരാൾ കയറി ഞങ്ങളുടെ അടുത്ത് നടന്നിട്ട് വന്നു. അവിടുത്തെ ഗാർഡാണെന്ന് തോന്നുന്നു. പുള്ളി വന്നിട്ട് എന്ത് പറ്റി മക്കളെ, മഴയൊക്കെ അല്ലേ, വീട്ടിൽ പോയിക്കൂടെ? ഞങ്ങൾ ചേട്ടാ ഇതെന്താ പുലിയൊന്നും പറയണില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങളൊന്ന് വാ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ ഒരു കേജ് ഉണ്ട്, ഒരു ബാറുണ്ട്, അതിനകത്തോട്ട് ഞങ്ങളെ കയറ്റി. അതോട്ട് ഇട്ടിട്ട് പുള്ളി എന്ന് വെച്ചാൽ ഒരു മേലെ ഒരു ലാഡർ വെച്ചിട്ടുണ്ട്. അത് തുറന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചു. കൈ അടിച്ചതിന് ശേഷം എന്നിട്ട് ഒരു കല്ലെടുത്ത് താഴെ ഇട്ടു അതിനകത്തോട്ട്, കേജിനകത്തോട്ട്. ഇപ്പം പുലി വരും എന്ന് പറഞ്ഞു പുള്ളി അവിടെ നിന്ന് എഴുന്നേക്കുന്ന കാണണമെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേജ് തുറന്നിട്ട് പുള്ളി കൈ അടിച്ചിട്ടാണ് ഈ ഫുഡ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതാണ് സൈൻ. അപ്പോൾ പുലി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ ഫുഡ് വന്ന രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ കല്ല്. പുലി അവിടെ നിന്ന് ഒരു ചാട്ടം അങ്ങ് ചാടി വന്നിട്ട് ഈ കേജിന്റെ പുറത്ത് നിന്ന് ഇങ്ങനെ നിൽക്കുക ഒരു 6 അടി. അപ്പം ഞാനും പുലിയും തമ്മിൽ എത്ര വ്യത്യാസമേ ഉള്ളൂ. പുലിയുടെ തുപ്പിലൊക്കെ ഇല്ല എൻ്റെ മുഖത്ത് ഇങ്ങനെ തെറിക്കും. അപ്പം ഗാർഡൊരു ഓട്ടം ഓടി. അപ്പം അന്ന് ഇങ്ങനെ ഇതിനിടയിൽ ഞങ്ങളിങ്ങനെ നിൽക്കുക. പുലിയും ഞാൻ എത്ര വ്യത്യാസം. ബംഗാൾ ടൈഗർ മതിയില്ലേ. So I know, Dhyan, that you're a huge fan of Ajit. Why Ajit? അജിത്തിനെ കൂടുതൽ ഇഷ്ടമാകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രജനി കഴിഞ്ഞ് കമൽ കഴിഞ്ഞ് പിന്നെ ഒരു വിജയകാന്ത് അല്ലെങ്കിൽ സത്യരാജ് അല്ലെങ്കിൽ എന്താ പറയുക ശരത് കുമാർ, ഇവരുടെ ഒരു പടം ഉണ്ടായിരുന്നു 90s 95, 96 അല്ലെങ്കിൽ അവരുടെ കുറേ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു യങ്സ്റ്റർ ഒരു മാർക്ക് ഉണ്ടാക്കുന്ന വെച്ചാൽ രജനിയുടെ വെച്ചാൽ ലാർജർ ദാൻ ലൈഫ് അല്ലെങ്കിൽ ഒരു തല എന്നൊക്കെ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് തമിഴ് ആൾക്കാർക്ക് ഒരു ഫിഗർ വേണം എന്ന് വെച്ചാൽ അവർക്കൊരു ഇത് ചെയ്യാനുള്ളൊരു ഫിഗർ വേണം. അങ്ങനെ ഒരു ഫിഗർ ഉണ്ടാകുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അജിത്തിന്റെ ദീന എന്ന് പറഞ്ഞ പടത്തിലാണ്. പിന്നെ പരശുരാം എന്ന് പറഞ്ഞ പടത്തിലാണ് തിരിച്ചു വരുന്നത്. പിന്നെ പുള്ളി ഒരു സ്റ്റേജിൽ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നതിന് ശേഷം പുള്ളി ചെയ്യുന്ന പടമാണ് ബില്ല. പിന്നെ പുള്ളി ആസ് എൻ ആക്ടർ ഞങ്ങളൊരിക്കലും പുള്ളിനെ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിലാണ്, പക്ഷേ അത്രയും പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആക്ടർ എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ അത്രയും ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ ഒരാൾക്കൊരു പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പുള്ളിനെ ആരും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല, പുള്ളിനെ അതിൻ്റെ മാക്സിമം എടുത്തിട്ടില്ല എന്നേ ഞങ്ങൾ പറയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും റീസെൻ്റായിട്ട് ഇപ്പോൾ ചോദിച്ച പോലെ മങ്കാത്ത, പുള്ളിനെ ഏറ്റവും മാക്സിമം യൂസ് ചെയ്ത ഒരു പടമാണ് മങ്കാത്ത. അപ്പോൾ ആ രീതിയിൽ ഫാൻസാണ്, ഹാർഡ് കോർ ഫാനാണ്. So anyway, I'm going to stop Starjam with you this time. പക്ഷേ I definitely want to call you back. ഇനിയും തിര 3യും ഇനിയും അതിന് പ്രോജക്ട്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് hopefully as a little more mature and a responsible person. Or maybe the same childish person. എനിക്ക് ആ ഒരു ബോയ് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. Great, wonderful. Anyway, thank you so much and hope to see you once again on Starjam. Thank you. Thanks, Dhyan. Thanks.